നമസ്കാരം. 1200 ആണ്ട് മകയിര നക്ഷത്രക്കാരുടെ വിഷു ഫലം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർമ്മരംഗത്ത് ഇവർക്ക് ഉയർച്ച വന്നു ചേരുന്നതാണ്. ഇതുവരെ കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതിരുന്നവർക്ക് പുതിയ തൊഴിൽ കിട്ടാനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ പ്രവേശിക്കാനോ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് ഇതുവരെ സാധ്യമാകാതിരുന്നവർക്ക് അതുമൊക്കെ സാധ്യമാകുന്നതാണ്. പഠനം മുടങ്ങിയവർക്ക് അത് പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് വിവാഹാലോചനകളൊക്കെ മുടങ്ങിയിട്ട് വിവാഹം നടക്കാതിരുന്നവർക്കുമൊക്കെ ഈ മകയിര നക്ഷത്രക്കാർക്ക് ഈ വിഷു ബലത്തിൽ 1200 ആണ്ട് വിഷുവിന് ശേഷം വിവാഹാലോചനകൾ നടക്കുന്നതും മുടങ്ങിക്കിടന്ന വിവാഹം നടക്കുന്നതുമാണ്. നിശ്ചയിച്ചിട്ട് പല വിധത്തിൽ മുടങ്ങിയ വിവാഹങ്ങളൊക്കെ നടക്കാനൊക്കെ ആയിട്ടുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ വീട്, പഴയ വീട് പണി തീർത്തതോ അല്ലെങ്കിൽ പുതിയ വീട് പണിതിട്ട് പണി തീരാതിരിക്കുന്നവർക്ക് ആ വീട് പണി തീർത്ത് ഭവനയോഗ്യമാകാനോ ഒക്കെ ഈ ഒരു വർഷം സാധ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഗൃഹപ്രവേശം നിങ്ങൾക്ക് സാധ്യമാകുന്ന വർഷമാണ്. നല്ല സമയമാണ്. പൊതുവെ അനുകൂലമായൊരു കാലം തന്നെയാണ്. അലർജി പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. വിഷ്ണു പ്രീതി വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഉത്തമമായിട്ട് ഉള്ള ഗുണങ്ങൾ വന്നു ചേരാൻ വിഷ്ണു പ്രീതി വരുത്തുന്ന നന്നായിരിക്കും. പാൽപ്പായസം, അതുപോലെ പക്കപ്പിറന്നാളുകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം, മാസത്തിലൊരിക്കലെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അതുപോലെ വിഷ്ണു ഭഗവാന് തുളസിമാലയൊക്കെ അർപ്പിക്കുന്നതുമൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഭാഗ്യസൂക്തം വിഷ്ണുവിന് വേണ്ടി ഭാഗ്യസൂക്തം കൃഷ്ണൻ്റെ പ്രതിമ എടുത്ത് നിങ്ങൾ ഒരു കൃഷ്ണൻ്റെ ചെറിയ പ്രതിമയോ മറ്റോ എടുത്തു വെച്ചിട്ട് ഭാഗ്യസൂക്തം കാലഹോരയിൽ വ്യാഴ കാലഹോരയിൽ പാരായണം ചെയ്യുന്നത് ഉത്തമമായിരിക്കും.